സോ ഹായ് ഗൈസ്, ഞാൻ ഇന്ന് കളിക്കുന്ന നമ്മളെ ലോസ് ആൻഡോസ് ക്രൈം സിറ്റി എന്ന് പറയുന്ന ഗെയിമിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ മോഡ്സൊക്കെ ഇതിലുണ്ടെന്ന്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ ഇപ്പം ഗ്യാരേജിലോട്ട് വാങ്ങുക. ഇതാണ് ഗ്യാരേജ് ഗൈസ്. നമ്മളെ ഇവിടെ നമ്മൾ ഇപ്പം വണ്ടിക്കെല്ലാം ബ്ലൂ കളറായിട്ടേക്കണം. ഇതാ ഗെയിമിലെ കാറിൻ്റെ സ്പെഷ്യാലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന കാറൊക്കെ ഇതുള്ളത്. ഇത് ഹെലികോപ്റ്റർ മാത്രമല്ല, എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഹെലികോപ്റ്ററൊക്കെ നമുക്ക് ഉള്ളതാണ് ഈ ഗെയിമിൽ. ഇതിപ്പം ടോപ്പ് സ്പീഡ് അന്ത സാധനം എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ ഹെലികോപ്റ്റർ മാത്രം കൊടുത്തിട്ടില്ല. ഇവിടെ നമുക്ക് വണ്ടിയൊക്കെ വേണമെങ്കിൽ പെയിൻറ്റ് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പേ നമ്മളെ ഗെയിമിങ് സീറ്റൊക്കെ വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞ കള്ളമാണ്, ചുമ്മാ പറഞ്ഞ. അത് ചുമ്മാ പറഞ്ഞാണ് ഗൈസ്. അപ്പം നമ്മളാണെങ്കിൽ മൈൻക്രാഫ്റ്റിൻ്റെ ഹെഡാണ് വെച്ചേക്കുന്ന, സ്റ്റീവിൻ്റെ ഹെഡ് നിങ്ങൾ കണ്ടായിരിക്കും. ഈ വണ്ടിക്കും ടോപ്പ് സ്പീഡ് ഈ ഇങ്ങനെ കട്ട വെച്ച് ഏതാ കൂടുതൽ കുറവുള്ളത് ഏത് വണ്ടിയാണെന്നൊക്കെ നമുക്ക് ഇതിൽ വന്നിട്ട് കാണാൻ പറ്റും. ഇത് നമ്മളെ സൂപ്പർ വണ്ടിയാണെങ്കിൽ സൂപ്പറാണ് ഇത് ഏത് വണ്ടിയാണ് എനിക്കറിഞ്ഞൂടാ. ഇത് സൂപ്ര, ഇത് പോയിഞ്ഞസ് അങ്ങനെ എങ്ങാണ്ടുള്ളൊരു വണ്ടിയാണ്. ഇത് നമ്മളെ മാരുതി എസ്. ഇത് KTM ആണെന്ന് പറയുന്നത്. JTM ആണ് അതിൻ്റെ പേര്. ഇത് ഒമിനി പോലത്തെ ഒരു വണ്ടിയാണ്. ഇത് ഞാനെങ്ങനെ കളർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഇപ്പോൾ ഒരു ബ്ലൂ കളറായിട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ പിടിച്ച് നോക്കിയിട്ട് ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, വൈറ്റ് കളറ്, ബ്ലാക്ക് കളറ്, അങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എല്ലാ കളർ അങ്ങനെ ഇടാൻ പറ്റും. പിങ്ക് കളറുണ്ട്, ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലൂ ആയത് ഇച്ചിരി കൂടി ലൈറ്റായിട്ടുള്ള ഒരു ബ്ലൂ ഉണ്ട്. ഇതിൽ ഈ ഗെയിമിൽ പിന്നെ ആഡ്സൊക്കെ വരും. നമ്മൾ സ്കിപ്പ് അടിക്കുമ്പം ആഡ്സൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഈ ആഡ് ഫുള്ള് കാണാതെ നമുക്ക് ഇതിറങ്ങാൻ പറ്റത്തില്ല, ഈ എക്സിറ്റ് അടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒന്നും ആഡ്സ് വരത്തില്ല. ഇത് സ്കിപ്പ് അടിക്കാൻ പറ്റത്തില്ല ഇതിൽ, ഇങ്ങനത്തെ ആഡ്സൊക്കെ. ഇപ്പം സ്കിപ്പ് അടിക്കാൻ പറ്റുന്ന സ്കിപ്പ് അടിക്കാം. ഈ ഗെയിം 2017 ഇറങ്ങിയതാണ്. ഇപ്പോൾ 2025. ഇനി വേറെ സംഭവം കാണിച്ചറിയില്ലല്ലേ. ടീം ഡെത്ത് മാച്ച്. ഈ സംഭവം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത സംഭവത്തിലുണ്ടായി ആയിരിക്കും. ഓ ഗൈസ്, നമുക്കിത് കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. കളിക്കാൻ പറ്റും, പക്ഷേ കയറാൻ പറ്റുമെന്നാണ്. പക്ഷേ നമ്മളുടെ കൂടെ കളിക്കാൻ ആരുമില്ല ഗൈസ്. നമ്മൾ ചുമ്മാ വന്ന് ജോയിനായി. മൈൻക്രാഫ്റ്റിൻ്റെ മാസ്ക് ഗൈസ് വെച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. ഇവിടെ നമുക്കിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാരില്ല. ആൾക്കാരുണ്ടെങ്കിലൊക്കെ ഉപയോഗിച്ചല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനി ഈ ഗെയിമൊന്നും ഇപ്പോൾ ആരും കളിക്കാറില്ല ഗൈസ്, അതുകൊണ്ടായിരിക്കും. ഈ ഗെയിം പക്ഷേ ഒരു നല്ല ഗെയിമാണ് ഗൈസ്, നല്ല ഗെയിമായി ഈ ഗെയിം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിമാണ് ഇത്. ഈ ഗെയിം ഞാൻ പണ്ട് തൊട്ടേ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇത് ഞാൻ മുമ്പേ അർബൻ ഹീറ്റിൻ്റെ ഗെയിം പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള സെയിം ഡെത്ത് മാച്ച് തന്നെയാണ് ഇതും ഇതിനകത്തുള്ളത്.
അതേപോലെ തന്നെ വലിയ വെച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റും. ഒരേപോലെ ജോയിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ടായിട്ട് കളിക്കാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഓൺലൈൻ ഗെയിമാണെന്ന്. ഓഫ്ലൈനായിട്ടും കളിക്കാം. ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഫ്രീ സിറ്റി കളിക്കാൻ പറ്റത്തുള്ളൂ. ടൈം 3 മിനിറ്റാണ് ഗെയ്സ്. എന്തായാലും ഞാൻ പഠിക്കുക. അടുത്തത് വന്നിട്ടുണ്ട്, അടുത്ത ആട് വന്നിട്ടുണ്ട്. ഇതും എന്തായാലും പഠിച്ച് കളയാം. ഇതിൻ്റെ ആ റൈറ്റിംഗ് കണ്ടോ, ഇതിൻ്റെ ആ ഗെയിമിൻ്റെ സംഭവം ടൈറ്റിൽ കണ്ടോ, അതിൽ ഇത് ഭയങ്കര ഇതായിട്ടാണ് നമ്മളെ GTA 5 ഒക്കെ എടുത്തു പോലെ ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ സംഭവം കാണിച്ചത്. ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇത് നമ്മളെ ഫുട്ബോളിൻ്റെ സംഭവമാണ്. ഫുട്ബോളിൻ്റെ സംഭവമാണ്. അല്ല, ഫുട്ബോളിൻ്റെ സംഭവമാണ്, പക്ഷേ കാർ വെച്ചാണ് കളിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ അകത്ത് കയറാം. നമുക്ക് ആദ്യം ഫോൺ എടുത്തിട്ട് നമുക്ക് മെക്കാനിക്കിനെ വിളിക്കണം. മെക്കാനിക്കിനെ വിളിച്ചിട്ട് നമുക്ക് ബൈക്ക് എടുത്തിട്ട് പോവാം. അതുകൊണ്ട് JTM എന്നാക്കി ആ ബൈക്കിൻ്റെ പേര്. യെസ്, ഈ ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇതുവഴിയൊക്കെ കയറുന്നത്. കയറി റെഡ് കളറിൽ കൂടി കയറിയപ്പം ബൈക്ക് റെഡ് കളറായി. നല്ല രസമുണ്ട്. ഇതിനകത്തോട്ട് വീണ എന്തോ പറ്റും. വീണ നമ്മൾ റീസ്പോൺ ആയിട്ട് വരും. പക്ഷേ നമുക്കിതിൻ്റെ കൂടെ കളിക്കാനായില്ലല്ലോ. അതാദ്യം കളിക്കാനില്ലാത്തതുകൊണ്ടായിരിക്കും. അല്ലാതെ എന്ത്. ഇത് ബൈക്ക് ആയതുകൊണ്ട് ഈ സംഭവത്തിൽ കയറാൻ പറ്റത്തില്ല. ഇത് മരണക്കിണർ പോലെയുള്ള സംഭവമാണ് ഗൈസ്. ഡെത്ത് വെൽ അങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. നമുക്ക് ഏതെങ്കിലും കാറ് പിടിച്ചിട്ട് നമുക്ക് മരണക്കിണർ പോലെ ഓടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുമായിരിക്കും, എനിക്കറിഞ്ഞൂടെ പറ്റുമോയെന്ന്. ചിലപ്പം കാറ് മറിഞ്ഞടിച്ച് വീഴുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ വണ്ടിക്ക് തോന്നാം. അവിടെ ഫുട്ബോളൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളെ മരണക്കിണറിലൊക്കെയുള്ള വണ്ടി ഇതല്ലേ, ഈ വണ്ടി തന്നെ ഓടിക്കാം. കയറിയ സ്ഥലം മാറിപ്പോയി. കണ്ട ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഡ്രൈവറായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും വേറെ പ്ലെയർ കാർ ഓടിക്കാൻ പറ്റും. നിങ്ങളെന്തായാലും ഈ ഗെയിമൊക്കെ ഒന്ന് കളിച്ചു നോക്കണം ഗൈസ്. ഞാൻ ഇതുവരെ കളിച്ചിട്ടുള്ള എല്ലാ ഗെയിമും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ ഈ കളിച്ച ഗെയിം എല്ലാം ഞാൻ കളിച്ചിട്ടുള്ള ഞാനിപ്പം നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് കളിച്ചതുകൊണ്ട് ഞാനിതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലുള്ള ഗെയിമെല്ലാം സൂപ്പറാണ്. ചില ഗെയിമൊന്നും ഞാനങ്ങനെ കളിച്ചിട്ടില്ല. കളിക്കാത്ത വീഡിയോ ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ഈ ഫുട്ബോൾ തട്ടിക്കൊണ്ട് തട്ടയച്ചിട്ട് പാടായി. ഇത് മരണക്കിണർ പോലെ ഓടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റും. ഞാൻ മരണക്കിണറിൻ്റെ ഡ്രൈവറാണ്. ഞാൻ മണ്ടക്കെത്തി ഗൈസ്. യെസ്. മറിഞ്ഞടിച്ച് വീഴില്ല. ഫസ്റ്റ് പേഴ്സൺ വ്യൂവിൽ വണ്ടി ഓടിച്ചോ. എന്നിട്ട് അതെങ്ങനെ കാണാനുണ്ടോയെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ പ്രകൃതിയാവുന്നൊന്നുമില്ല ഗൈസ്. നമ്മളിങ്ങനെ മറ്റേ ലൂപ്പിൻ്റെ സംഭവമില്ല, അതുപോലെ തന്നെ സൈഡിൽ ഒരു സാധനം പൊങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ മറ്റേ തേർഡ് പേഴ്സൺ വ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് കയറുന്ന സ്ഥലത്ത് നമ്മൾ വീണ് ഗൈസ്. ഈ ബോണറ്റ് പോകുന്നതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പേഴ്സൺ മാറ്റി. റെഡ് വണ്ടി ഞാൻ ഇപ്പം ബ്ലൂ ആക്കുന്നുണ്ടാണ് ഗൈസ്. അത് പിന്നെ റെഡായാലും അത് ഞാൻ നടുക്കും കൂടെ പോയതുകൊണ്ടായിരിക്കും. ഈ ഗെയിം കളിക്കുമ്പം എനിക്ക് നല്ല രസമാണ് ഗെയിംസ് കളിക്കാൻ.
പുറകോട്ടൊക്കെ പോകുമ്പോൾ നമ്മളെ ഈ പുള്ളിയിൽ ഇതെന്ത് 0-0 എന്നൊക്കെ കാവിലവിടെ എന്തോ സംഭവം ടൈമാണ്. നമുക്ക് നല്ല സ്പീഡിലൊന്ന് വണ്ടി ഓടിച്ചു ഇതെന്താ ഇങ്ങനെ വെച്ച് നോക്കുമ്പോഴാണ് ഗൈസ് കാണാൻ രസം, അല്ലാതെ രസമില്ല. നമ്മൾ അത് അവിടെ വരുമ്പോൾ തന്നെ നമ്മൾ ദേണ്ട പോയടായി. ഇവിടൊക്കെ കുറെ മലയൊക്കെ ഉണ്ട് ഗൈസ്, മുകളിൽ കൂടെ പോയ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെന്ത് സാധനം? ഓഹോ നടുക്കൂടെ വേണ്ട. എൻ്റെ കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായി ഈസി വണ്ടി. ഈ ഗെയിം ഞാൻ കണ്ടപ്പോൾ ഒരു ആവറേജ് സൈസ് ഗെയിമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇപ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ളൊരു ഗെയിം ഏതാ ഇപ്പം? മിനിമിൽഷയൊക്കെ പോലുള്ള ഗെയിം ആൾക്കാർ ഇതിനെ കാണണം. അല്ല, മിനിമിൽഷയായിട്ട് ഇതിനൊരു ബന്ധമില്ല. എന്നാൽ അതിൻ്റെ ഒരു ഇത് നിങ്ങളെ മറ്റേ ഗ്യാങ്സ്റ്റർ വേഗാസ് പോലുള്ള ഒരു ഗെയിമായത്. പക്ഷെ ഇതാദ്യം കളിക്കാനില്ലാത്തതുകൊണ്ട് ഒരു രസമില്ല ഗൈസ്, ഒരു രസമില്ല. ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ എമംഗസ് പോലെയൊക്കെയുള്ള ഗെയിം, എമംഗസായിട്ടും നമ്മളെ മിനിമിൽഷയായിട്ട് ഇതിനൊരു ബന്ധമില്ല. എന്നാലും അതിൻ്റെ സംഭവമൊക്കെ ഇച്ചിരി ഇതാണല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി ആവറേജ് ആയിട്ടുള്ള ഗെയിമാണ്. ഈ ഗെയിമിനെ കുറിച്ച് എനിക്കത് തന്നെ പറയാനുള്ളത്. ഈ ഗെയിം ഒരു ആവറേജ് സൈസ് ഗെയിമാണ്. GTA 5 പോലെ വേണമെങ്കിൽ കളിക്കാൻ പറ്റും ഗെയിംസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ GTA 5 പോലത്തെ മോഡ് എല്ലാ ഇതിലും ഉണ്ട് ഗെയിംസ്. അപ്പം നമുക്ക് ഗെയിം പ്ലേ ചിലർക്കൊന്നും ഈ ഗെയിമിലെ എല്ലാം ഇത് കളിച്ച് കഴിയുമ്പം ചിലർക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടത്തില്ല ഗൈസ്, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞാനിതിപ്പം കളയുന്നില്ല, കാരണം എനിക്കിത് ഈ ഗെയിം നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ഗെയിമിനെ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമല്ല. ഇതിനകത്ത് ആൾക്കാരെയൊക്കെ വെച്ചെന്ന് ഇടിക്കുമ്പം അവർ ഇടിക്കാൻ പോകുമ്പോൾ അവർ കൂടിച്ച് മാറുന്ന സംഭവമൊന്നും വേറെ ഒരു ഗെയിമിലുമില്ല, ആൻഡ്രോയിഡിലുള്ള ഒരു ഗെയിമിലുമില്ല. അപ്പം ഞാൻ ഇനിയും കാണിക്കാൻ വേണ്ടി അങ്ങനെ സോംബി മോഡ് കാണിക്കാം. സോംബി മോഡല്ലേ അടുത്തത്. ഇതൊന്നും വേണ്ട, സോംബി മോഡ് തന്നെ കാണിച്ചേക്കാം. സോംബി സർവൈവൽ. ഈ സോംബി സർവൈവലിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് വണ്ണാണ്. കണ്ണെടുത്തോ ഇത് ഷൂട്ടിങ്ങിനെ ബേസ് ചെയ്തുള്ള സംഭവമാണ്. കണ്ണെടുത്തോ ഗീസ്. ഇനി മൂന്നാമത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് വേറെ മൂന്ന് സംഭവങ്ങൾ കണ്ട്. ഇതിൽ ഞാൻ 3 സംഭവം കാണിച്ചേ. ഇതുവരെയാണല്ലോ സോംബിയൊക്കെ ഇരുന്ന് നോക്കി. ഇങ്ങോട്ട് കയറി നോക്കാം. ഓക്കെ, വെച്ചിട്ടോ കിടക്കട്ടെ അവിടെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 3rd പാർട്ട് ഞാൻ ഇടുമ്പം അതിനകത്തും മറ്റേ സംഭവമൊക്കെ കാണും. ഇത് കാണത്തില്ല, മറ്റേത് എന്തായിരുന്നു ഞാൻ ഇതുവരെ കാണിക്കാത്ത റാങ്കോ പാർട്ടി ആ സംഭവമൊക്കെ ഇല്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ റേസിങ് പോലത്തെ സംഭവം, റേസിങ് അല്ല, ഇപ്പോൾ ഈ കുറേ സംഭവമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ട്രെയിനൊക്കെ കിടപ്പുണ്ട്. ട്രെയിനുണ്ട്, പാമ്പിൻ്റെ സംഭവമില്ലേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പാമ്പിൻ്റെ സംഭവം അത് അതിൻ്റെ 2 ഉണ്ട്. പിന്നെ ഒരെണ്ണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എന്തായാലും
വീഡിയോ ഞാനൊരു 2 ദിവസം കഴിഞ്ഞായിരിക്കും ഇടുന്നത്. 2 ദിവസമൊന്നും ആയിരിക്കത്തില്ല, ചിലപ്പം ഞാൻ നാളെ തന്നെ ഇടും, പറയാൻ പറ്റത്തില്ല. എനിക്ക് ഒരു നല്ല സോങ് വരുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചില്ല. യെസ്, പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഇപ്പോൾ 12 സബ്സ്ക്രൈബേഴ്സായി നമുക്ക്. മുമ്പേ എനിക്ക് ആദ്യം ഞാൻ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് അത് 5 സബ്സ്ക്രൈബേഴ്സായി, പിന്നെ അത് 8ആയി, 8 പിന്നെ 10ആയി, 8 പിന്നെ 12ആയി, അല്ല 8 പിന്നെ 10ആയി, പിന്നെ 11ആയി, പിന്നെ 12ആയി. ഇതിൽ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു 5 പേരൊക്കെ, ബാക്കി 5 അല്ല ഒരു 7 കാണും എനിക്ക്. അതുകൊണ്ടാ ബാക്കിയുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ അവരോട് എന്ന് പറയാം എനിക്ക് യൂട്യൂബ് ചാനലുണ്ടെന്ന് ഞാൻ അവിടെ തന്നെ ചെന്ന് പറഞ്ഞപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞ്. വെച്ചിട്ടു പിന്നെ ഗെയിമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറിനെ എടുത്തിടാൻ പറ്റും. അതിന് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. നിങ്ങൾ മടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കുന്നതിനൊരു കണ്ടന്റ്. അത് നിങ്ങൾക്ക് മടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ലേ? അൺഇൻസ്റ്റാൾ ചെയ്യും നിങ്ങൾ. ഓക്കെ, ഞാൻ എക്സിറ്റ് അടിച്ചു. ഇവിടെ പിന്നെ മുമ്പേ കാണിച്ച അതേ ആഡ് തന്നെ വന്നു. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ സംഭവം ഇത്ര നേരമായിട്ട് ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം മാറുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഈ സംഭവം കാണിക്കണം. ലേസ് ഞാനത് കാണിക്കുന്നില്ല, ഞാനൊന്നുകൂടെ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ചാനൽ ഇത്രയും ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബൈ.